പ്ലസ് 2 കഴിഞ്ഞവരാണ് നിങ്ങൾ UGC അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ പഠിച്ചാലോ? അതും യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉള്ള ആംബിയസ് കോളേജ് കല്ലാച്ചിയിലും. ഇന്ത്യയിലും വിദേശത്തും ജോലി ഉറപ്പുള്ള ഈ കോഴ്സ് തന്നെ തിരഞ്ഞെടുക്കൂ. ഭാവി സുരക്ഷിതമാക്കും. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് us now. അതിഥികളായി എത്തുന്നവരെ സ്നേഹപൂർവ്വം സൽക്കരിച്ച് മാതൃകയാവുകയാണ് നാദാപുരം ഉപജില്ലാ കലോത്സവം നടക്കുന്ന കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിസപ്ഷൻ കമ്മിറ്റി ചെയർമാൻ CK നാസർ, കൺവീനർ മുഹമ്മദ് മേച്ചേരി, റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റി വിഭാഗം രാജൻ എന്നിവർ മീഡിയ വിഷനോടൊപ്പം ചേരുന്നു. നാദാപുരം ഉപജില്ല സ്കൂൾ കലോത്സവം 4 ദിവസമായി കല്ലാച്ചി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. 12-ാം തീയതി ഘോഷയാത്രയോടുകൂടിയാണ് ഉപജില്ലാ കലോത്സവത്തിന് തുടക്കമായത്. ഈ കലാമേളയുടെ വിവിധ കമ്മിറ്റികളുടെ ഭാഗമായിട്ടുള്ള റിസപ്ഷൻ കമ്മിറ്റിയാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാനും, കൺവീനർ പ്രിയപ്പെട്ട മുഹമ്മദ് മേച്ചേരി, ഇതിൻ്റെ അംഗങ്ങൾ പ്രിയപ്പെട്ട നിസാർ മാസ്റ്റർ, അതേപോലെ തന്നെ അസർ മാസ്റ്റർ, ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് തന്നെയുള്ള റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റിയുടെ ചെയർമാൻ രാജൻ മാഷൊക്കെ ഉൾപ്പെടെയുള്ള ടീമാണ് ഇവിടെ ഈ ഒരു കലാമേളയുമായി ഇവിടെ എത്തിച്ചേരുന്ന എല്ലാ അതിഥികൾക്കും വേണ്ട എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇതിൻ്റെ തുടക്കത്തിൽ ബഹുമാന്യനായ AK ശശീന്ദ്രൻ മന്ത്രിയാണ് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അതേപോലെ തന്നെ ഇന്നത്തെ സമാപനത്തിൽ ബഹുമാന്യനായ ഇവിടുത്തെ MLA ശ്രീ EK വിജയൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും അതേപോലെ തന്നെ നാദാപുരത്തെ പ്രമുഖമായ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നേതൃത്വവുമൊക്കെ നമ്മുടെ ഈ പരിപാടിയുടെ വിവിധ ദിവസങ്ങളിലായി വന്നു പോയിട്ടുണ്ട്. ഈ ഒരു ഓഫീസിലേക്ക് വരുന്ന ആളുകൾക്ക് അവർക്ക് സൗകര്യപ്രദമായി ഇരിക്കാനുള്ള നല്ലൊരു സംവിധാനം ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള റിഫ്രഷ്മെൻറ്റ് എന്നുള്ള രീതിയിൽ അവർക്ക് കുടിക്കാനുള്ള ചായയും കാപ്പിയും മറ്റ് പലഹാരങ്ങളൊക്കെയായി ഞങ്ങളിവിടെ വെച്ച് നൽകിയിട്ടുണ്ട്. ഇന്ന് സമാപനം കുറിക്കുകയാണ്. ഞങ്ങൾക്കേറെ സംതൃപ്തിയുണ്ട്. ഒരു നാദാപുരം സബ് ജില്ല പോലത്തെ വലിയൊരു സബ് ജില്ലയിലെ കലാമേളയുടെ ഒരു റിസപ്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ എന്നുള്ള നിലക്ക് വളരെ മനോഹരമായി ഇത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പങ്കുവെക്കുക. ഇതൊരു ഉപജില്ലാ മേളയാണെങ്കിലും ഒരു ജില്ലാ മേളയുടെ പ്രൗഢിയോടുകൂടി നടത്തണമെന്നാണ് ആദ്യമേ ഞങ്ങൾ ആലോചിച്ചത്. റിസപ്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടെ വരുന്ന അതിഥികൾക്ക് A ക്ലാസ് സൗകര്യത്തിലുള്ള ഇരിപ്പിടങ്ങൾ ഒരുക്കി അവരെ സൽക്കരിച്ചിരുത്തി അവർക്ക് ഒരുപക്ഷെ പരിപാടികളൊക്കെ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ടാവുന്ന അവരുടെ സമയത്തിൻ്റെ ഒരു ദൈർഘ്യം അത് ഒരു മുഷിപ്പും ഇല്ലാതെ ഇവിടെ ഇരുന്ന് കൊണ്ട് സംസാരിക്കാനും ചർച്ച ചെയ്യാനൊക്കെയുള്ള വേദിയാക്കി ഇത് മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായിട്ട് ഒരുപാട് അതിഥികൾ, അത് ബഹുമാനപ്പെട്ട മന്ത്രിയിൽ തുടങ്ങി ജനപ്രതിനിധികളും MLA ഉൾപ്പെടെ പലരും ഇവിടെ വന്നിരിക്കുകയും മീഡിയ പ്രവർത്തകർ ഉൾപ്പെടെ വന്നിരുന്ന് ഇവിടുത്തെ സൗകര്യങ്ങളൊക്കെ വിലയിരുത്തുകയും ഈ മൊത്തത്തിൽ ഈ ഒരു മേളയുടെ അവലോകനങ്ങളൊക്കെ നടന്നിട്ടുള്ള ഈ ഓഫീസ് വെച്ചുകൊണ്ട് തന്നെയാണ്. അത്തരത്തിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ ഏറ്റെടുത്തതും. മാത്രമല്ല ഇതിൻ്റെ ഉദ്ഘാടന സമ്മേളനവും സമാപന സമ്മേളനവും വളരെ പ്രൗഢിയോടുകൂടി ഗംഭീരമായി നടത്താൻ വേണ്ടി ഞങ്ങൾ ശ്രദ്ധിച്ചു. ഉദ്ഘാടന സമ്മേളനം മറ്റുള്ള എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റുന്ന രൂപത്തിൽ മികച്ചൊരു സ്വാഗതഗാനത്തോടു കൂടി തുടങ്ങി വളരെ ചിട്ടയാർന്ന പ്രവർത്തനമായി ഉദ്ഘാടന സമ്മേളനം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന സമാപന സമ്മേളനവും അതേ രൂപത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. ഇവിടെ വരുന്ന അതിഥികൾക്ക് ഉൾപ്പെടെ എല്ലാ തരത്തിലും മേളയെക്കുറിച്ച് നല്ല അഭിപ്രായം ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സജ്ജീകരണമാണ് റിസപ്ഷൻ കമ്മിറ്റി ഒരുക്കിയിരിക്കുന്നത്. KHSTUവിൻ്റെ നാദാപുരം ഉപജില്ലാ ടീമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. ഇനിയും ഇത്തരത്തിലുള്ള മേളകളിൽ മത്സരബുദ്ധിയോടുകൂടി പങ്കെടുക്കാനും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വേണ്ടി തന്നെയാണ് KHSTU തീരുമാനിച്ചത്. ഞങ്ങളുടെ കൂടെ റിഫ്രഷ്മെൻറ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് രാജൻ മാസ്റ്ററുടെ ടീം സജീവമായിട്ട് കൂടെ തന്നെ ഉള്ളത് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. നമ്മുടെ 4 ദിവസമായി നടന്ന ഈ സ്കൂൾ കലോത്സവത്തിൻ്റെ ഭാഗമായി റിസപ്ഷൻ കമ്മിറ്റിയും റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റിയും വളരെ ഒത്തൊരുമയോടുകൂടി എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി തന്നെ ഇവിടെ നിർവഹിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജനപ്രതിനിധികൾ ബ്ലോക്ക് തലത്തിലുള്ളതും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിലുള്ള ജനപ്രതിനിധികളൊക്കെ നിരന്തരം ഇവിടെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവർ നൽകുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ റിസപ്ഷൻ കമ്മിറ്റിയും വേണ്ട രൂപത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇതിൻ്റെ അവസാന ഘട്ടത്തോട് അടുക്കുമ്പോൾ വളരെ നല്ലൊരു വിജയമായിട്ടാണ് നമ്മൾ ഇത് കാണുന്നത്. ഇന്ന് മേള സമാപിക്കുമ്പോൾ റിസപ്ഷൻ കമ്മിറ്റിയും ചാരിതാർത്ഥ്യത്തോടെ വിടവാങ്ങുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് അശ്വന്തിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്ര മോഹൻ, മീഡിയ വിഷൻ.